ഏ? അതല്ലാത്തൊരു ഭാഗത്തോട്ട് ഈ വ്യക്തിക്ക് പോകാൻ പറ്റത്തില്ല. കൺട്രോളിംഗ് യൂണിറ്റിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ? ആ ഓക്കെ. അത് നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു പെര പണിയുന്നു. പെര പണിയുമ്പോൾ പണിത് കഴിഞ്ഞതിന് ശേഷം പെരയുടെ അകത്ത് നമ്മൾ താമസിക്കാൻ നോക്കിയപ്പോഴത്തേക്കും ചില അസൗകര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കത് റീ ഓർഗനൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇല്ലേ? അതുപോലെ തന്നെ നമ്മളിലും നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് പ്രിഫറൻസ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്താണെന്ന് കണ്ടെത്തണം. നമ്മളെ എന്തെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്, അത് എല്ലാം എങ്ങനെയാണ് കൺട്രോൾ ചെയ്തിട്ട് എന്തൊക്കെയാണ് നമ്മളിൽ അതുകൊണ്ടുണ്ടാകുന്ന കോൺസീക്വൻസ് എന്തൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ പ്ലാറ്റ്ഫോം തീരുമാനിക്കുന്നത്. നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മുടെ അഡ്വാൻസ്ഡ് ലെവൽ എന്താണ്? നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഇന്നതൊക്കെയാണ്, അതിനനുസരിച്ചാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇക്വിലിബ്രിയം ഒരിക്കലും പോകത്തില്ല. അനുസരണ, ഈ ഒബീഡിയൻസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസാണ്. കാരണം നമ്മൾ മറ്റൊന്നിൻ്റെ കമാൻഡ് അല്ലെ കൺട്രോളിനകത്ത് എന്ന് പറയുമ്പോഴും നമുക്കൊരു കാരണവശാലും കോൺഫ്ലിക്റ്റോ കെയോസോ ഒന്നും വരേണ്ട കാര്യമില്ല. കാരണം വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല അവിടെ. ഇത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സറണ്ടർ ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം സറണ്ടർ ചെയ്യാൻ പറയുന്നത്. അതിനാണ് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുടനെ എന്ത് കാണും? നമ്മൾ സറണ്ടർ ചെയ്താൽ നമുക്കുടനെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ പാനൽ കാണാം. ഓക്കെ. അപ്പം നമ്മളെ അനാവശ്യമായിട്ടൊരു സംഭവം കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കവിടെ നമ്മുടെ അഡ്വാൻറ്റേജ് എന്താണ്? അനാവശ്യമായിട്ടൊരു കാര്യം നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പം നമുക്കൊരു ഹോണ്ടഡ് ഡ്രീം ഉണ്ടാകുന്നു. നമ്മളിത് അല്ലെങ്കിൽ നമുക്കൊരു ഫോബിയ ഉണ്ടായി. ആ ഫോബിയ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. അത് നമുക്ക് ദോഷമല്ലേ? അപ്പോൾ നമ്മളവിടെ അഡ്വാൻറ്റേജിലോട്ട് പോകണം. ഒരു ഫോബിയ നമ്മളെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ലൈഫ് റിച്ചാക്കാൻ പറ്റത്തില്ല. ലൈഫ് റിച്ചാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? എങ്ങനെ നമുക്കൊരു ഫോബിയയിൽ നിന്ന് നമുക്ക് ട്രാൻസെൻഡ് ചെയ്യാം? എന്താണ് അതിൻ്റെ ഫോർമുല? എന്തായിരിക്കും? ആ ഫോബിയ ഉണ്ടെന്ന് നമ്മളൊന്ന് റിയലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിവുണ്ടാവുന്ന ഒന്നാമത്തെ കാര്യം ഇന്നത് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതിനു വേണ്ടി നമ്മള് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ സ്ട്രെയിൻ എടുക്കുമ്പോൾ നമ്മൾ മാറിപ്പോകല്ലോ കൂടുതൽ ചെയ്യാൻ. അല്ല, നമ്മൾ സ്ട്രെയിൻ എന്നൊരു ഭാഗം വന്നില്ല. നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഫോബിയ ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഫോബിയ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, അതെ. അപ്പം നമ്മൾക്ക് എങ്ങനെ ഇതിനകത്ത് നിന്ന് നമുക്ക് കരകയറാൻ പറ്റും? നമ്മുടെ റിക്വയർമെൻ്റ് ആണ്. ഒരു ഫോബിയയിൽ നമ്മുടെ ലൈഫ് റിച്ചായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇസിൻറ്റ് ഇറ്റ്? ഇല്ല, കാരണം നമുക്ക് പേടി കൊണ്ട് പറ്റില്ല. നമ്മള് വേറൊരു സ്റ്റേജിലായിരിക്കും ഫോബിയ. അതെ. അപ്പോൾ ഫോബിയയിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും കരകയറണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ഫോബിയ ഉണ്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. കണ്ടെത്താൻ ശ്രമിക്കും എന്തിനെയാണ് ഫോബിയ. അതൊക്കെ ഓക്കെ. നമ്മൾ ഫോബിയയിൽ നിന്ന് കരകയറാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കൺട്രോൾ ചെയ്യുന്ന വേറെയും പലതില്ലേ? ഇത് ഫോബിയ മാത്രമല്ല നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന വേറെ പലതും ഉണ്ട് അല്ലേ? അല്ലല്ല, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പല സംഭവങ്ങളുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ സംഭവം നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഫോബിയയാണ്. അത് നമ്മുടെ ലൈഫിൻ്റെ എൻറിച്ച്മെൻറ്റിന് ബെനിഫിറ്റിംഗ് അല്ല.
ഓക്കെ ഓക്കെ. ആ അത് ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആണ്. എൻറിച്ച്മെന്റ് നമ്മളെ സഹായിക്കുന്നില്ല. ഇല്ല. അപ്പം ഓക്കെ. ഇവിടെ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ഐഡൻറ്റിഫൈ ഇനി നമ്മളെ കൺട്രോൾ ചെയ്യുന്ന വേറെ പലതും ഉണ്ട്. ഫോബിയ മാത്രമല്ല നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, വേറെ പലതും ഉണ്ട്. അങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഓരോ സംഭവങ്ങളായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആകുമ്പോൾ അവിടെയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ സ്ട്രെങ്ത് വരുന്നത്, പൊട്ടൻഷ്യൽ അവെയർനെസ് വരുന്നത്. ഓക്കെ, പിടികിട്ടിയ? അല്ല, അത് തെന്നി മാറിയാന്ന് എനിക്ക് ഡൗട്ട്. കാരണം ഇല്ല, ഫോബിയാണ് നമ്മൾ അവയർനെസ് മനസ്സിലാക്കി വേറെ പുറത്തെ കുറെ സാധനങ്ങൾ നമ്മുടെ വേറെ എക്സ്റ്റേണൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ അതും മനസ്സിലാക്കുന്നതിലൂടെ അത് കറക്ഷനിലൂടെ ഇത് ഓട്ടോമാറ്റിക്കലി മാറിപ്പോവും. അത് എന്നാണ് പറയാൻ. എക്സാക്ട്ലി. അതായത് നമ്മളെ എൻട്രീച്ച് നമ്മൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു, ദാഹം നമ്മളെ കൺട്രോൾ ചെയ്യുന്നു, അപ്പം നമ്മൾ ശ്രദ്ധയോടുകൂടി വെള്ളം എടുത്ത് കുടിക്കുന്നു. ഓക്കെ, വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നു, വിശപ്പ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസിലും നമ്മൾ റിഫൈൻമെൻറ്റ് കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് ഈ ഫോബിയുടെ ട്രേസ് ഉണ്ട്. നമ്മൾ അറിയാത്ത കാര്യം മാത്രമേ ഉള്ളൂ. അത് എല്ലാ ആക്ടിവിറ്റീസിലും ഈ ഫോബിയുടെ സ്ലൈറ്റ് ട്രേസ് ഉണ്ട്, പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ആ ആക്ടിവിറ്റിയിൽ നമ്മൾ മാക്സിമം നമ്മൾ ഇൻവോൾവ് ആകുന്നു. ബൈ ഈ ഫോബിയ നമ്മളിൽ നിന്ന് മാറിയേ പറ്റത്തുള്ളൂ. പിടികിട്ടിയ? മാറാതിരിക്കാൻ നിർവാഹമില്ല ഫോബിയയ്ക്ക്. അതെ 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 അതെ. അതെ, പോയേ പറ്റത്തുള്ളൂ. മനസ്സിലായ? ആ ആ അപ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് നമ്മൾ വൈബ്രൻ്റായി. ഇതുപോലെ തന്നെ നമ്മൾ ഓരോന്നും നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഓരോ സംഭവങ്ങളും എടുത്ത് ക്ലിയറായിട്ട് അതുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലോക്ക് കിട്ടും. നമുക്കൊരു ലിവിങ് ക്ലോക്ക് കിട്ടും. മനസ്സിലായി? നമുക്ക് ഒരു ജീവിക്കുന്ന മനസ്സിലായ ഘടികാരം കിട്ടും. മനസ്സിലായ? അവിടെയാണ് നമ്മുടെ ശരിക്കുള്ള ഹാപ്പിനെസ് വരുന്നത് കൊണ്ടാണ്. കാരണം എന്നെ എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇതൊക്കെയാണ് എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെയാണ് ഞാൻ ഓവറായിട്ട് റിയാക്റ്റ് ചെയ്യുന്നു. ചിലവർ ചില കാര്യം പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് അസ്വസ്ഥനാകുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഇതെല്ലാം എൻ്റെ കൺട്രോൾ പാനൽസാണ്. ഇതിനെ നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഇഫക്റ്റീവ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിതിനെല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് ഒരു സ്പെക്ട്രം ഉണ്ടാക്കി ഗ്രാഫ് കിട്ടി, മോണിറ്ററും വന്നു. പിന്നെ നമ്മളിതിനകത്തുനിന്ന് ഏറ്റവും റിച്ചായിട്ട് നമ്മൾക്ക് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഓരോ ഭാഗവും എടുത്തെടുത്ത് വരുമ്പോൾ റിച്ച്നെസ് അല്ലാത്ത സംഭവങ്ങൾ തനിയെ നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ തുടങ്ങും. അപ്പം നമ്മളുടെ കൺട്രോൾ പാനലിൽ വേണ്ടാത്തൊരു കാര്യമുണ്ടെങ്കിൽ വേണ്ട കാര്യത്തിന് സ്ഥാനം കൊടുക്കുന്നത് വഴി ഇതിനവിടെ സ്പേസ് ഇല്ലാണ്ടാവും. അത് സർവൈവ് ചെയ്യത്തില്ല, നമ്മളിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അത് അനാവശ്യമായിട്ടുള്ള കൺട്രോൾ പാനൽസ് തന്നെത്താൻ എല്യൂമിനേറ്റഡ് ആവും. ഇപ്പം നമ്മൾ തന്നെയാണ് എക്സാക്ട്ലി നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ നോക്കിയിരിക്കുമ്പോൾ കിട്ടത്തില്ല. അത് പ്രശ്നമായിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതേസമയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഭാഗത്ത് ശ്രദ്ധയിൽ പോയി കഴിയുമ്പോൾ ക്രമേണ ഇത് അലുത്ത് പൊക്കോളും. തീർച്ചയായിട്ടും. ഇവിടെയാണ് നമ്മളുടെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ ഭാഗം വരുന്നത്. അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾക്ക് ഒന്നിനെയും കൺട്രോൾ ചെയ്യേണ്ടി വരത്തില്ല. മനസ്സിലായി? നമ്മൾ ഒന്നിനെയും കൺട്രോൾ ചെയ്യേണ്ടി വരത്തില്ല. കാരണം അത് നമ്മുടെ നാച്ചുറൽ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായി? റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നമ്മുടെ നാച്ചുറൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനകത്ത് ജസ്റ്റ് സ്വിങ് ചെയ്താൽ മതി. ഇന്നതുകൊണ്ടാണ് എന്നെ ഇന്നത് സ്വാധീനിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അവിടെ ആ നിവൃത്തികേട് ആക്ച്വലി
അത് നമുക്ക് വലിയൊരു നിവൃത്തിയായിട്ട് മാറുകയാണ്. നിവൃത്തികേടല്ല, അതൊരു നിവൃത്തിയായിട്ട് മാറുകയാണ്. എന്തുകൊണ്ടാണ്? ഇതെല്ലാമാണ് എന്നെ കൺട്രോൾ ചെയ്ത് ഞാനെന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഫോം എടുത്തിരിക്കുന്നത്. ആ ഫോമിനൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ എൻവയറമെൻ്റ് ഉണ്ട്. ആ എൻവയറമെൻറ്റിൽ കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എന്നെ തിരിച്ചറിയുന്നത്. ഇത് പറ്റാതെ പോകുന്നത് എന്തുകൊണ്ട്? ഞാൻ പലതിനെയും കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് എനിക്ക് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്. ഞാൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ നോക്കുകയാണ്. അതിനകത്ത് വരുന്ന ഡേഞ്ചർ എന്താണ്? ഞാനൊരു പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ നോക്കുന്നു. എന്നെ സൃഷ്ടിച്ച ലോകം അവിടെ നിൽക്കെ ഞാൻ വേറെ ലോകം സൃഷ്ടിച്ച് ജീവിക്കാൻ നോക്കുന്നു. ഇത് പോസിബിളാണോ? അല്ല, ഇത് പോസിബിൾ ആകത്തില്ല. ശിവജി, ഈ നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺട്രോളിങ് സിസ്റ്റം അല്ലാണ്ട് അശ്രദ്ധയിൽ നിന്ന് വിടുമ്പോഴാണ് അവിടെ പൈശാചികമായിട്ടുള്ള കൺട്രോളിങ്സ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ പോസിറ്റീവ് ഇൻഫ്ലുവൻസസ് രണ്ടും അവിടെ ഉള്ള സ്റ്റേറ്റ് ഓഫ് കൺട്രോളിൽ നിന്ന് വിടുമ്പോഴാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും. ഈ ശ്രദ്ധയെന്ന് പറഞ്ഞത് എന്താണ്? ശ്രദ്ധ ജനിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ശ്രദ്ധ ജനിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ധർമ്മത്തിൽ തുടരാനുള്ള സത്യസന്ധത. അതെ. അപ്പം ധർമ്മം എന്താണ്? ധർമ്മം അവിടെ എന്താണോ ശരിയായി നിൽക്കുന്നത് അതിൽ തുടരുക. നമ്മൾ ആകാനുള്ള കാരണമാണ് ധർമ്മം. അതെ, അതെ. മനസ്സിലായി? നമ്മൾ ആകാൻ എന്തുകൊണ്ടാണ് നമ്മളായത്, അതുമായിട്ടുള്ള അസോസിയേഷനാണ് ധർമ്മം. മനസ്സിലായി? അപ്പം നമ്മൾ നിലനിൽക്കുന്നു. ആ നിലനിൽക്കുന്ന അവസ്ഥയിലാണ് ശ്രദ്ധ വരത്തുള്ളൂ. നമ്മൾ അത് നോക്കി മറ്റേത് കണ്ടു, അത് ശ്രദ്ധയല്ല. അല്ലല്ലല്ല. ശ്രദ്ധയെന്ന് പറഞ്ഞത് നമ്മളിലുള്ള ജീവൻ്റെ തന്നെ ഒരു ഭാഗമാണ് ശ്രദ്ധയെന്ന് പറയുന്നത്. ആ ശ്രദ്ധയ്ക്ക് ജീവനുണ്ട്. മനസ്സിലായി? ഞാൻ കണ്ടു, ഞാൻ പ്രകാശിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. മനസ്സിലായി? ഞാൻ പ്രകാശിനെ കണ്ടു, അത് ശ്രദ്ധയല്ല. അതൊരു ഇൻഫർമേഷൻ എന്ന് നമുക്ക് പറയാം. പക്ഷെ അതുകൊണ്ട് നമ്മൾ ലൈവ് ലിവിങ് എന്നുള്ള ഭാഗം വന്നില്ല. ശ്രദ്ധയെന്ന് പറയുന്നത് ജീവിക്കുന്ന ഒരു അനുഭവമാണ്. അതെ അതെ. ശ്രദ്ധയില്ലാത്തതുകൊണ്ട് പലർക്കും പലതരം രോഗങ്ങൾ വരുന്നത്. മനസ്സിലായി? രോഗം വരുന്നത് ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ശ്രദ്ധയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ എക്സ്പീരിയൻസാണ്. പൊട്ടൻഷ്യൽ എക്സ്പീരിയൻസാണ്. ശ്രദ്ധ ജനിക്കുകയാണ് വരെ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം നമ്മുടെ ഉള്ളില് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധം ഉണ്ടാകുന്നുണ്ടോ? എന്താണ് നന്മയും തിന്മയും എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മളുടെ പ്രോട്ടോക്കോളിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ തിന്മയായില്ലേ? പ്രോട്ടോക്കോളിൽ, അതായത് എന്താണോ അവിടെ കൺട്രോൾ ചെയ്യേണ്ടിയിരുന്നത് അതിൽ നിന്നല്ലാണ്ട് മാറുമ്പോൾ അത് അധർമ്മത്തിലായി പോകും. എക്സാക്ട്ലി. ഇത് ആദ്യം നമ്മളെ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഉള്ളതല്ലേ? മനസ്സിലായേ? പക്ഷെ അപ്പൊ നമ്മളിപ്പോ ഒരു വ്യക്തിയെ സഹായിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ദാനം നൽകുന്നു എന്നൊരു പ്രോസസ്സ് നമ്മൾ നന്മയാണെന്ന് പറഞ്ഞാൽ പോലും അത് അവനവന്റെ ധർമ്മത്തിൽ നിന്നല്ല ചെയ്യുന്നെങ്കിൽ അതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. നമ്മൾ ഒരാളെ സഹായിക്കാനുണ്ട്. എന്ത് നമ്മളെ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ സഹായിക്കുക എന്നൊരു ഭാഗത്തോട്ട് പറഞ്ഞത്? നമ്മളെ എന്ത് കൺട്രോൾ ചെയ്തിട്ടാണ്? അല്ലല്ല, വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മളെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്? ഇപ്പോൾ ഗോകുൽ ഒരാൾക്ക് 10 പേർക്ക് ആഹാരം കൊടുക്കുന്നു. പക്ഷെ ഗോകുലിനെ സംബന്ധിച്ചിടത്തോളം 10 പേരെ സഹായിക്കുകയല്ല. അതെ. ഇവിടെ ഗോകുല് സഹായിക്കുകയല്ല, വേറൊരാൾ 10 പേർക്ക് ആഹാരം കൊടുക്കുന്ന ഒരു സഹായം ചെയ്യുകയും. പക്ഷെ ഗോകുല് 10 പേർക്ക് ആഹാരം കൊടുക്കുന്നത് ഒരു സഹായമായിട്ടല്ല ചെയ്യുന്നത്. രണ്ടും ഡിഫറെൻ്റാണ്.
കാരണം ഒരാൾ സഹായിക്കുന്ന പറഞ്ഞാൽ അയാളെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ വെച്ച് ഇയാൾ സഹായിച്ചേ പറ്റത്തുള്ളൂ. ഗോകുലിനെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ വെച്ച് ഗോകുൽ ഇത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഗോകുൽ അതെ, അത് അവിടെ കൺട്രോൾ ചെയ്യുന്നത്, ഗോകുലിനെ കൺട്രോൾ ചെയ്യുന്നതും മറ്റൊരാളെ കൺട്രോൾ ചെയ്യുന്നതും രണ്ട് രീതിയാണ്. പക്ഷെ രണ്ടുപേരും ചെയ്യുന്നത് 10 പേർക്ക് ഭക്ഷണം കൊടുക്കല. മനസ്സിലായി? രണ്ടുപേരും ചെയ്യുന്നത് 10 പേർക്ക് ഭക്ഷണം കൊടുക്കല. പക്ഷെ ഒരാൾ സഹായം ചെയ്യുന്നു, മറ്റാൾ സഹായമല്ല ചെയ്യുന്നത്. അയാൾക്ക് അവിടെ ചെയ്യാൻ എന്താണോ പറ്റുന്നത് അത് ചെയ്യുന്നു. അതെ, അതിൻ്റെ നമ്മൾക്ക് ഡെഫിനേഷൻ അത് വ്യത്യസ്തമായിട്ട് പല രീതിയിലാകും. മനസ്സിലായി? അതിൻ്റെ ക്രൈറ്റീരിയ വേറെ. അതിനെ കൺട്രോളിങ് യൂണിറ്റ്സ് എന്താണ്, മനസ്സിലായി? അവിടെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, അതിനനുസരിച്ചാണ് ഗോകുലിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതില് എന്താണ് ശരിയായ കൺട്രോൾസ് എന്നുള്ളത് നമ്മളിൽ അന്വേഷിക്കേണ്ട ഭാഗമുണ്ട്. എക്സാക്ട്ലി. അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്കലി ടച്ച് ചെയ്യുന്ന ഭാഗവും നമ്മളുടെ ബോഡി ഫിസിക്കൽ ടു ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ നെഗ്ലിജിബിൾ പേഴ്സൻറ്റേജ് മാത്രമേ ഉള്ളൂ. അതൊരു കൺട്രോൾ യൂണിറ്റാണ്. നമ്മളുടെ ബോഡിയുടെ ഒരു മെജോറിറ്റിയും ഈ സ്പേസുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. സ്പേസാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള വൃത്തി ആവശ്യമാണ്. മനസ്സിലായ? എക്സാക്ട്ലി. മനസ്സിലായ? എനിക്ക് വീടുണ്ട്, സ്വത്തുണ്ട്, പൈസയുണ്ട്, നാട്ടിൽ ഭയങ്കര പൊസിഷനാണ്, ഒന്നും വർക്ക് ചെയ്യത്തില്ല. ഇതൊന്നും കൺട്രോൾ യൂണിറ്റ്സിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുന്ന ഭാഗത്തോട്ട് എത്തിക്കത്തില്ല. ഫിസിക്കൽ കൊളാബറേഷൻ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ പേഴ്സൻറ്റേജേ ഉള്ളൂ. മനസ്സിലായ? പക്ഷെ നമ്മൾ വീണ്ടും വല്ല വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാനും ഇതെല്ലാം ശ്രമിക്കുമ്പോഴെല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത ഡെസ്പറേറ്റ് സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓവർ പൊസസീവ്നെസ് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ നമ്മൾ സഫറിങ്ങിലോട്ട് പോകുന്നു. അല്ലേ? ശരിക്കും ഓവർ പൊസഷൻ അല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ആക്ച്വലി പൊസസ് ചെയ്യാൻ പറ്റുമോ ഈ നമുക്ക് നൽകിയിരിക്കുന്ന ശരീരവും മനസ്സും അല്ലാതെ? എന്തുകൊണ്ട് പൊസസീവ്നെസ്സിലോട്ട് പോകുന്നു? അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ പൊസസ് ചെയ്യുന്നത്. ഓക്കെ, അത് എപ്പോഴാണ് ഈ പൊസസീവ്നെസ് നമുക്ക് ദോഷമാകുന്നത്? ബാക്കിയുള്ള കൺട്രോൾ യൂണിറ്റ്സ് നമുക്ക് കാണാൻ പറ്റാതെ പോകുന്നു. ഇത് അറ്റാച്ച്മെൻ്റായിട്ട് മാറി. സമഗ്രതയിൽ ഇത് അനുഭവിക്കാൻ പറ്റാണ്ട് പോകുമ്പോൾ അതെ, ബാക്കിയുള്ള വേറെയുള്ള സെൻസുകളുണ്ട്. ആ സെൻസുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. അപ്പോൾ ഇവിടെ ഓവർ പവർ ചെയ്യും. കാരണം ഇതല്ലേ ഉള്ളൂ, ഈ സെൻസല്ലേ, ഈ ടച്ചല്ലേ ഉള്ളൂ. എവിടെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്? ഇത് നേരത്തെ നമ്മൾ ഫോബിയ പറഞ്ഞതുപോലെയാണ്. മനസ്സിലായ? അതൊരു ഫോബിയ പോലെയാണ്. അത് ഓഫ് ചെയ്തിട്ടുണ്ട്.